ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 1 ഡേ ട്രിപ്പ് ഈസ്റ്റേൺ കേപ്പിൽ തന്നെ സിറ്റ്സിക്കാമ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ലെറ്റ് മി ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ്. കാരണം ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ മറ്റേ ട്രൈബും കാടും അങ്ങനെയൊക്കെ എല്ലാവരും അല്ല, കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ. അപ്പം ഓക്കെ, അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ 54 കൺട്രീസിലുണ്ട്. അതിൽ ഒരു കൺട്രി മാത്രമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് 9 പ്രൊവിൻസസ് ഉള്ളത്. നമ്മൾ ഈ ഇന്ത്യയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് 28 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് 9 പ്രൊവിൻസസ് ഉള്ളത്. ഇന്ത്യയുടെ ഏരിയ കുറേ ഉള്ളതുകൊണ്ട് സൗത്ത് ആഫ്രിക്ക കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ നല്ല സ്മോൾ ആയതുകൊണ്ടാണ് നമുക്ക് 9 പ്രൊവിൻസസ് മാത്രമേ ഉള്ളത്. ഈ 9 പ്രൊവിൻസസിലുള്ള ഒരു പ്രൊവിൻസായ ഈസ്റ്റേൺ കേപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതലും ബേസ്ഡ് ഓൺ ഞാനുള്ള സ്ഥലവും ഇതിന് ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ആൻഡ് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും സൗത്ത് ആഫ്രിക്കനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. ഇപ്പം ഇന്നത്തെ സിറ്റ്സിക്കാമ വീഡിയോയിലേക്ക് പോവാം. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു വിൻഫാം റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങായിരുന്നു. ആൻഡ് ഇവിടെയാണെങ്കിൽ ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ബ്രെഡ്, പൈ, അങ്ങനെ കുക്കീസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സിറ്റ്സിക്കാമ എത്തി. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ സൺകിസ്റ്റ്, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അവിടെ ബ്രിഡ്ജിൽ നടന്നിട്ട് ഇവിടുത്തെ വാലി കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അത് പോയി നമുക്ക് കണ്ടിട്ട് വരാം. ജമ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഐ എം റിയലി സ്കെയർഡ്. പക്ഷേ എന്തോ ഒരു ആഗ്രഹത്തിൻ്റെ പേരും എന്തൊക്കെയോ ധൈര്യം സംഹരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞാൽ ബ്ലോക്രാംസ് ഇൻ സിറ്റ്സിക്കാമ, ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർ ലൈക്ക് വൺ ഓഫ് ദ ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ് സൈറ്റ് ഇൻ ദ വേൾഡ്. അങ്ങനെ കണ്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത്. ആൻഡ് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ. ടോട്ടൽ 3 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിപ്പ് ലൈൻ, സെക്കൻഡ് ബഞ്ചി ജമ്പിങ്, തേർഡ് സ്കൈ വാക്ക്. അതായത് ഫസ്റ്റ് സിപ്പ് ലൈൻ ചെയ്തിട്ട് നമ്മൾ ബഞ്ചി ജമ്പിങ് ചെയ്യുന്ന ആ ഏരിയയിലെത്തും. അവിടുന്ന് തിരിച്ച് കയറി വരുമ്പോഴത്തേക്കിന് സ്കൈ വാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മൾ ഒരിടത്തുനിന്ന് സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞിട്ട് ബഞ്ചി ജമ്പിങ്ങിൻ്റെ സ്ഥലത്തെത്തിയേക്കാണ്. ഐ എം റിയലി സ്കെയർഡ് ടു ഡു ദിസ്.
അങ്ങനെ ബഞ്ചി ജമ്പിങ് ചെയ്തു. ഇറ്റ് വാസ് റിയലി നൈസ് എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ ഐ വാസ് സ്കെയർഡ് ടു ഡെത്ത്. ഞാൻ ഒരു സ്പോട്ടിലെത്തിയിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു ഐ എം സ്കെയർഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്. പക്ഷേ അവർ അത് മൈൻഡ് യു ആർ സ്കെയർഡ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത് താഴോട്ടിട്ടു. എന്നിട്ട് അത് ചാടിക്കഴിഞ്ഞിട്ടൊരു 3-4 ബൗൺസ് ചെയ്യും നമ്മളിങ്ങനെ വണ്ടക്കോട്ട് ഇങ്ങനെ. മൂന്നാമത്തെ ക്യാബ് ഞാൻ തീർന്നത്. ഞാൻ അവിടെ കിടന്നിട്ട് അയ്യോ എന്നെ രക്ഷിക്കുക, ആരെങ്കിലും വന്നിട്ട് എനിക്ക് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കണ്ണുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു. സത്യം എനിക്ക് നല്ല പേടിയായിരുന്നു. ചിലവർ അത് എൻജോയ് ചെയ്യുമായിരിക്കും. ഞാൻ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തില്ല, സത്യം പറയാമല്ലോ. എനിക്ക് നല്ല പേടിച്ചു ഞാൻ. പിന്നെ എന്നാലും ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ പറയാമല്ലോ. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നൈസ് അല്ല, ബട്ട് സ്റ്റിൽ എൻ എക്സ്പീരിയൻസ്. എന്നോട് കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഇതൊന്നുകൂടെ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. വീഡിയോ രണ്ടിയാണ്. ആൻഡ് നല്ലൊരു ട്രിപ്പായിരുന്നു. പുതിയ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.